അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും വരും മക്കളെന്ന് നമുക്ക് ചെറിയ കുഞ്ഞമ്മന്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ടൊരു കുഞ്ഞിമന്തിയും കൊണ്ടൊരു മീൻ പത്തലുണ്ടാക്കാം. അപ്പോൾ അതിനെന്താ മസാല ഉണ്ടാക്കിയതാണിത്. പിന്നെ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി കുറച്ച് പെരിഞ്ചീരമൊക്കെ കൂടി നന്നായിട്ട് ഒതുക്കി, ഒന്ന് അധികം അരയണ്ട, ഒന്ന് ഒതുക്കിയിട്ട് പിന്നെ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഇതാക്കിയെടുത്തതാണ് കേട്ടോ. ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുത്താണ്. അപ്പോൾ നിന്നിട്ട് ഇനി അപ്പോൾ ഒരു ഗ്ലാസ് അരി ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ അരച്ച് ഇതേപോലെ ദോശക്ക് നമ്മൾ ഒഴിക്കില്ല അതേപോലത്തെ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. പ്ലേറ്റിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊടി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മാവ് ഒഴിച്ചിട്ട് അതൊന്ന് ഒന്ന് അടച്ചു വെക്കണം. നല്ല രസമാണ് കേട്ടോ അത്. ചെറിയ കുഞ്ഞമന്തിയൊക്കെ വെട്ടുമ്പോൾ വെച്ചാൽ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ മാവൊന്ന് വേവട്ടെ, ഒന്ന് ഇതാവട്ടെ, എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് മസാല വെക്കാം, അല്ലെങ്കിൽ അത് അടിയിലേക്ക് പോയി പോകും. അപ്പോൾ അത് മാവ് കുറച്ചൊന്നും ഇങ്ങോട്ട് ഉറച്ചിട്ടുണ്ട് ആദ്യം വെച്ച്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് മസാല മീനും തേങ്ങയും എല്ലാം കൂടി ഒതുക്കി വെച്ചിട്ടുള്ള ആ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെ ആയിരിക്കും. ഞാൻ 4 മണി ചായക്ക് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് തിന്നാൻ. കാന്താരി മുളക് ഞാൻ ഇതിൽ അരച്ചിട്ടുള്ളത് കേട്ടോ. കാന്താരി ഉണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ പച്ചമുളകായാലും മതി. ഞാൻ കാന്താരി മുളക് അരച്ചത്. കാന്താരി മുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ നല്ല ടേസ്റ്റ് അതിൻ്റെ. ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി മൊത്തത്തിലൊന്ന് പരത്തി കൊടുത്തിട്ട് മസാലയുടെ മേലെ കൂടെ ഒക്കെ മാവ് കറക്റ്റാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ആവിയേറ്റി എടുക്കുക. ഇനി അതൊന്നും കൂടി നന്നായിട്ടൊന്ന് അപ്പോൾ എടുത്ത് പീസാക്കിയിട്ട് വെച്ചിട്ട് നല്ല രുചിയായിട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളെ അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്താ നല്ല രസം. അപ്പോൾ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.